വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എന്റെ അയൽക്കാരൻ? യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയിക്കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. ഓർമ്മിക്കുക, വിശുദ്ധ ഏവപ്രാസ്യമ്മയുടെ ഓർമ്മദിനമായിന്ന് ആ വിശുദ്ധയുടെ ജീവിത വഴികൾ നമുക്കും ഓർക്കാം. 1877 ഒക്ടോബർ 17-ാം തീയതി തൃശൂർ ജില്ലയിലെ കാട്ടൂർ ഗ്രാമത്തിൽ ചേർപ്പക്കാരൻ തറവാട്ടിൽ അന്തോണിയുടെയും കുഞ്ഞേത്തിയുടെയും മകളായി റോസ എന്ന ഏവപ്രാസ്യമ്മ ജനിച്ചു. 9-ാം വയസ്സിൽ കർമ്മലീത്ത സഭയിൽ അംഗമായി. 1897 മെയ് 10-ാം തീയതി ശിരോവസ്ത്രവും 1898 ജനുവരി 10-ാം തീയതി സഭാവസ്ത്രവും സ്വീകരിച്ച റോസ് പേരുമാറ്റി ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിന്റെ സിസ്റ്റർ ഏവപ്രാസ്യ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. അവളുടെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി ദൈവസ്നേഹത്തിൽ അതുല്യയായി. അവളുടെ സഹോദര സ്നേഹം കാരണം മറ്റുള്ളവരുടെ ഏറ്റവും ചെറിയ ആവശ്യങ്ങൾ പോലും ഗൗരവപൂർവ്വം പരിഗണിച്ചിരുന്നു. തനിക്ക് ആരിൽ നിന്നെങ്കിലും ചെറിയ സഹായം ലഭിച്ചാൽ നന്ദി പറയുന്ന വാക്കുകൾ മരിച്ചാലും മറക്കില്ലാട്ടോ എന്നായിരുന്നു. മറ്റുള്ളവരുടെ സഹായത്തിനു വേണ്ടി ചെലവഴിച്ച സമയം കഴിഞ്ഞാൽ ഏറിയ സമയവും ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിച്ചിരുന്നു. അതുകൊണ്ട് സഞ്ചരിക്കുന്ന സക്രാരി എന്നൊരു വിളിപ്പേരും കിട്ടിയിട്ടുണ്ട്. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും സമർപ്പിച്ചിരുന്നു. ജപമാല ചൊല്ലി നടക്കുന്ന ഒരു പ്രത്യേക സ്വഭാവവും അമ്മയ്ക്കുണ്ടായിരുന്നു. മാതാവിന്റെയും ഈശോയുടെ തിരുഹൃദയത്തിന്റെയും അതീവ ഭക്തയായിരുന്ന അമ്മ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: എന്റെ ദിവ്യരക്ഷിതാവേ, മനുഷ്യ ഹൃദയങ്ങളിൽ അവിടുന്ന് തിരസ്കൃതനാകുമ്പോഴെല്ലാം എന്റെ ഹൃദയത്തിൽ വന്നു വസിക്കണമേ. സ്വർഗീയ രാജ്ഞി, ഞാൻ അങ്ങേപ്പക്കൽ വന്നു ചേരുന്നതുവരെ എന്നെ കൈവിടരുതേ. ശാരീരികമായി പരിക്ഷീണതയായി ഏവപ്രാസ്യമ്മ 1952 ഓഗസ്റ്റ് 29-ാം തീയതി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 2006 ഡിസംബർ 3-ാം തീയതി വാഴ്ത്തപ്പെട്ടവളായും 2014 നവംബർ 23-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്കും ഉയർത്തി. കേരളക്കരയിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന് നമ്മെപ്പോലെ ജീവിച്ച് താൻ കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഈശോയുടെ തിരുമുഖം ദർശിച്ച് ഈശോയെ സ്വന്തമാക്കി ഈശോയുടെ സ്വന്തമായി മാറിയ വിശുദ്ധ ഏവപ്രാസ്യമ്മയുടെ പുണ്യപ്രവൃത്തികൾ നമുക്കും പിഞ്ചെല്ലാം. നാമും കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഈശോയുടെ തിരുമുഖം ദർശിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അഭിഷേകത്തിൻ നിറകുടമേ, ആത്മമണാളൻ തൻ പ്രേയസി, ആത്മസ്വരൂപനായി അകതാരു നൽകിയ ആത്മാക്കൾ തന്നുടെ സ്നേഹിതയേ, ആത്മാഭിഷേകത്തിൻ നിറകുടമേ, ആത്മമണാളൻ തൻ പ്രേയസി, ആത്മസ്വരൂപനായി
നിറകുടമേ